നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പാഡിംഗ് ആണ്. പാഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ HTML എലമെൻറ്റിനുള്ളിലുള്ള കണ്ടൻറ്റ് അതിൻ്റെ ബോർഡറിൽ നിന്നും എത്ര ദൂരം എത്ര ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പാഡിംഗ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഹെഡിങ്ങിനും പാരഗ്രാഫിനും ഞാനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ആദ്യമായി H1ൻ്റെ പാഡിംഗ് ഞാൻ സെറ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ പാഡിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ 20 പിക്സൽ കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ലേൺ CSS എന്ന് പറയുന്ന കണ്ടൻറ്റ് 4 മാർജിനിൽ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 20 പിക്സൽ ഡിസ്റ്റൻസിൽ നമുക്ക് സ്ഥിതി ചെയ്യുന്നതായി കാണാൻ സാധിക്കും. സോ അതുപോലെ നമുക്ക് പാരഗ്രാഫിന് കൊടുത്തു കഴിഞ്ഞാൽ പാരഗ്രാഫിൻ്റെ പാഡിംഗ് ഞാനൊരു 15 പിക്സൽ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പാരഗ്രാഫ് ഇപ്പോൾ 4 സൈഡിൽ നിന്നും 15 പിക്സൽ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതായി നിങ്ങൾ കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ ഒരു കണ്ടൻറ്റിനെ അതിൻ്റെ ബോർഡറിൽ നിന്നും നമുക്ക് എത്ര ഡിസ്റ്റൻസ് ദൂരത്തിൽ സ്ഥിതി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന പ്രോപ്പർട്ടിയാണ് പാഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ 15 പിക്സൽ അതുപോലെ 30 പിക്സൽ എന്ന് 2 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ടോപ്പ് ആൻഡ് ബോട്ടം 50 പിക്സൽ ലഭിക്കുന്നു, അതുപോലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് 30 പിക്സൽ ലഭിക്കുന്നു. സോ ഞാനിവിടെ 50 ആയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പാരഗ്രാഫിൽ ടോപ്പ് ആൻഡ് ബോട്ടം 15 പിക്സൽ അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 50 പിക്സലിൽ നമുക്ക് കിട്ടുന്നു. സോ ഇത് നമുക്ക് 2 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് 3 വാല്യൂ കൊടുത്ത് നോക്കാം. 15, 50 അതുപോലെ 20 പിക്സൽ അതുപോലെ 80 പിക്സൽ. സോ ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വൈസിൽ ലഭിക്കുന്നതായിരിക്കും. ടോപ്പ് 50 പിക്സൽ, റൈറ്റ് 50 പിക്സൽ, ബോട്ടം 20 പിക്സൽ, ലെഫ്റ്റ് 80 പിക്സൽ. ഇത്തരത്തിൽ നമുക്ക് പാഡിംഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഒറ്റ ലൈനിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് പകരമായി നിങ്ങൾക്ക് ഓരോ സൈഡും പ്രത്യേകം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ സോ ഞാനിവിടെ പാഡിംഗ് ടോപ്പ് ഒരു 20 പിക്സൽ കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മാത്രം നമുക്ക് 20 പിക്സൽ ലഭിക്കുന്നു, ബാക്കി എല്ലാ ഭാഗവും 0 ആണ്. സോ ഞാനിവിടെ പാഡിംഗ് റൈറ്റ് ഞാനൊരു 40 പിക്സൽ കൊടുക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾ കാണാം റൈറ്റ് സൈഡ് നമുക്ക് 40 പിക്സൽ ലഭിക്കുന്നു. അതുപോലെ പാഡിംഗ് ലെഫ്റ്റ് നമ്മൾ ഒരു 50 പിക്സൽ കൊടുക്കുന്നു. സോ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു 50 പിക്സൽ ഡിസ്റ്റൻസ് ലഭിക്കുന്നു. അതുപോലെ പാഡിംഗ് ബോട്ടം ഞാനൊരു 30 പിക്സൽ കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം സൈഡ് നമുക്കൊരു 30 പിക്സൽ ഡിസ്റ്റൻസ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഓരോ സൈഡും പ്രത്യേകമായും ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പാഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റിനെ അതിൻ്റെ ബോർഡറിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പാഡിംഗ് എന്ന് പറയുന്നത്.